പാലക്കാട് നഗരസഭ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് ദിവസം ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രവർത്തകന്മാർ സംഘടിച്ചെത്തി ആ പരിപാടി അലങ്കോലമാക്കുന്നതിന് വേണ്ടി മുഴുവൻ പോലീസുകാരും പത്രക്കാരും നോക്കി നിൽക്കെ ആ പരിപാടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സ്വമേധയാ ഉൾപ്പെടുത്താവുന്ന കേസാണ് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് PDPP വകുപ്പ് ഈ നിമിഷം വരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ചയാണ്. ഒരു സർക്കാർ പരിപാടി അതിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും അവിടുത്തെ ശിലാഫലകം ഉൾപ്പെടെ തല്ലിത്തകർത്തത് പോലീസിന് സ്വമേധയാ PDPP വകുപ്പ് ഉൾപ്പെടുത്താവുന്ന കേസാണ്. പോലീസ് ഇതുവരെ ആ PDPP വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെ തുടർന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാതി ലഭിച്ചിട്ടും ഇതുവരെയായി പോലീസ് PDPP വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. തുടർന്ന് പാലക്കാട് നഗരസഭയ്ക്കകത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കെട്ടിടം അതിക്രമിച്ച് കടന്ന് അവിടെയുള്ള മതിലുകൾ ഉൾപ്പെടെയുള്ള പല വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിൽ PDPP വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു പോലീസുകാരൻ്റെ തല തല്ലി പൊളിച്ചു. ആ തല തല്ലി പൊളിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പ്രതിയെ ബലമായി പോലീസ് ജീപ്പിനകത്ത് നിന്ന് വലിച്ചിറക്കി. പോലീസിന്റെ തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കിയ പാലക്കാട് MLA-ക്കെതിരെ പോലീസ് കേസെടുക്കുവാൻ തയ്യാറായിട്ടില്ല. പോലീസ് അവരുടെ കൃത്യനിർവഹണം നടത്തുന്ന സമയത്ത് അതിനെ അട്ടിമറിക്കുകയാണ്. ഇവിടുത്തെ നിയമവാഴ്ചയെ അട്ടിമറിക്കുകയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. അയാൾക്കെതിരെ കേസെടുക്കുവാൻ പോലീസ് തയ്യാറായില്ല. പിന്നെ DCC ഓഫീസിലേക്ക് സ്വാഭാവികമായി BJP-യുടെ ഒരു പ്രതിഷേധമുണ്ടായി. സമാധാനപരമായ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ MLA ഓഫീസ് മാർച്ച് നടത്തി. സമാധാനപരമായ MLA ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ അധ്യക്ഷർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. പക്ഷേ പോലീസുകാരൻ്റെ തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം തരുന്ന MLA-ക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല. ഇന്നലെ പോലീസ് സ്റ്റേഷന് അകത്ത് കയറി ഉപരോധിച്ച്, സാധാരണ പോലീസ് സ്റ്റേഷൻ ഉപരോധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിന് പുറത്താണ്. ഇതിൽ പോലീസുകാരുടെ ഒത്താശ കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് അകത്ത് കയറി ഉപരോധിച്ച MLA-ക്കെതിരെ കേസെടുത്തിട്ടില്ല. മറിച്ച് DCC ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും, MLA ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും. ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി MLA-ക്കെതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്നൊരു സംഗതിയല്ല. ഇനി രണ്ട്, ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട് BJP-യുടെ ഭാഗത്ത് നിന്ന് കൊലവിളി പ്രസംഗം ഉയർന്നു എന്നുള്ളത്. ഞാൻ പാലക്കാട് MLA-യെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. പാലക്കാട് MLA പാലക്കാട് വന്നാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് MLA-ക്ക് കാണിക്കുവാൻ സാധിച്ചാൽ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ്. കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരവാദമിറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സാണ് MLA രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത്.
ആ DCC ഓഫീസ് മാർച്ചിനകത്ത് നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് MLAയുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു ശ്രമമാണ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പരസ്യമായിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുകയാണ് ഞങ്ങൾ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ MLA ഈ പരിപാടി കഴിഞ്ഞ് ഏകദേശം 5 ദിവസമായി. ഈ 5 ദിവസത്തിനിടയ്ക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പബ്ലിക് ഡൊമൈനിലെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ്. MLAയുടെ കാല് വെട്ടുമെന്ന് പറഞ്ഞ തരത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ഇല്ലാത്ത വസ്തുത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന MLA മാപ്പ് പറയണം.